ബോളി ഉണ്ടാക്കും. ഓണമൊക്കെ കഴിഞ്ഞ്, പക്ഷേ ഇന്നെൻ്റെ മോടെ പിറന്നാളാണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് ബോളിയും പായസവും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അത് ബോളി ഉണ്ടാക്കാൻ തുടങ്ങും. ബോളി ഉണ്ടാക്കുന്നതിന് ആദ്യമേ മൈദാമാവും മഞ്ഞളും കൂടെ കുഴച്ച് ഇതുപോലെ കുഴച്ച് വെക്കണം. അതിൻ്റെ മേളിൽ ചേർക്കേണ്ടത് നല്ലെണ്ണയാണ്. മറ്റൊരു എണ്ണയും ചേർക്കേണ്ട, നല്ലെണ്ണ ചേർത്ത് തൂവി ശകലം നേരത്തെ വെച്ചേക്കണം. ഇതാണത് ആ മാവ്. എന്നിട്ട് കടലപ്പരിപ്പ് വേവിച്ച് ഉടച്ചതായത്. കടലപ്പരിപ്പ് വേവിച്ച് ഉടച്ചതാണ്. ഇനി അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്ക് പോവാം. ഇതിനകത്ത് 2-3 കാര്യം കൂടെ ചേർക്കണമെന്ന്. അതായത് പഞ്ചസാര, മധുരമുള്ള ബോളിയല്ലേ, അപ്പം പഞ്ചസാര, പിന്നെ നെയ്യ് ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ചേർക്കാം. പഞ്ചസാര കുറച്ച് മതി എന്നുള്ളത് അത് മതി. നെയ്യ്, അതിൻ്റെ കൂടെ നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന കടലമാവ്, കടലപ്പരിപ്പ് ഇതിലൂടെ ചേർക്കാൻ പോവാം. എല്ലാം കൂടി യോജിപ്പിക്കണം. പാത്രത്തിൽ ഇളക്കാൻ പറ്റില്ല. അതിന് ഞാൻ ആ പാത്രം ഒന്ന് മാറി ഒരു ഉരുളി വെച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചത്, ഏലക്ക കഴുകി അതിലൂടെ പഞ്ചസാരയുടെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. അതൊക്കെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി എത്ര വേണമെങ്കിലും ചേർക്കാം. ഇനി നല്ലതായിട്ടെല്ലാം കൂടെ യോജിപ്പിക്കണം. പഞ്ചസാരയും നെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ബോളി, സ്വീറ്റ് ബോളി. എല്ലാവർക്കും ഒരു ദിവസം കഴിക്കാൻ പറ്റാത്തവർക്ക് ഒരു ദിവസമൊക്കെ ഒന്ന് നോക്കാം. ഒക്കെ ഉള്ളവർക്ക് മധുരം, ആരും അങ്ങനെ മധുരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ഇതൊക്കെ ഒരു ദിവസം ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്കല്ല, വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമായി. അപ്പം നെയ്യ്, പഞ്ചസാര, ഏലക്കാപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ച് ഇനി അതൊന്ന് തണുക്കട്ടെ. യോജിച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയല്ല യോജിപ്പിച്ചിട്ട് ഉരുളകളാക്കി, തണുത്ത ഉരുളകളാക്കി, ആ ഉരുളകളാക്കിയിട്ട് നമ്മളിതുപോലെ ചപ്പാത്തിക്കല്ല് വടപ്പേ വെച്ചു. ഇനി അടുത്ത് നമുക്ക് ബോളി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന ആ മൈദാമാവെടുത്ത് കൈ കൊണ്ട്, മൈദാമാവുമ്പോൾ ഇങ്ങനെ വരും, ഗോതമ്പൊടി വളരെ ഇങ്ങനെ വരുന്നുള്ളൂ. അതിനകത്തോട്ട് നമ്മൾ ഇത് വെക്കുക, ഈ ബോൾ വെക്കുക. എന്നിട്ട് അധികം മാവില്ല, ഇതിനകത്ത് തന്നെ ചേർക്കാനേ ഉള്ളൂ. ഇനി ചെയ്യാൻ പോകുന്നത് അതും മൈദാമാവിനകത്താണ്, പൊടി. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തണം. എനിക്ക് ചിലപ്പം തരിയൊക്കെ കാണും, അതൊന്നും സാരമില്ല, ബന്ധമല്ലേ. എന്നിട്ട് ചൂടായ കല്ലിലോട്ട് നെയ്യ് ചേർക്കും. ഇത് ഇതങ്ങോട്ടിടും, തീർന്നു. തിരിച്ചും മറിച്ച് വിട്ട് രുചി കൂടും. നെയ്യ് അത്ര നെയ്യ് ചേർക്കണ്ട, പക്ഷെ ഒരു നല്ല ഒന്നുകൂടെ നല്ല രുചിയാണ്. നന്നായിട്ട് പുള്ളി ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയാൽ മതി.
ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇട്ടാൽ മതി. ഉഴുന്ന് മതി. നമ്മൾ ഓർക്കും അയ്യോ ബോളി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ജോലിയാണ്, ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓർക്കും അയ്യോ ബോളി എങ്ങനെ ഉണ്ടാകും. ഞാനും ഓർത്തതാണ് അയ്യോ എങ്ങനെ ബോളി ഉണ്ടാക്കും, ഇത് പ്രയാസമല്ലേ. അപ്പം നമുക്ക് എളുപ്പമാണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം, നമുക്കൊന്ന് കഴിച്ച് നോക്കാം. തീ കുറച്ചിട്ടിട്ട് വലിപ്പമൊക്കെ വേണമെങ്കിൽ വലിപ്പം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ചപ്പാത്തി പോലെ നമുക്കങ്ങനെ സൂക്ഷിച്ച് ചെയ്യണം. കാര്യം അകത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ. നെയ്യിൽ തടവണം. നെയ്യ് എല്ലാത്തിനും നല്ലതാണ്. നെയ്യ് ഉപയോഗിക്കാൻ പറ്റാത്തൊക്കെ ചെയ്തല്ല. എന്നാലും എല്ലാവരും ഈ ബോളി ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തണുത്തെടുത്ത് നോക്കട്ടെ. ഇതിൻ്റെ കൂടെ പാൽപ്പായസം കൂടെ വേണം റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.